പേജ് നമ്പർ 26 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, അതിനോടൊപ്പം ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ട ഇതാണ്, ഈ സ്ക്വയറിൻ്റെ 1 സൈഡ് കാണണം, അതുപോലെ സ്ക്വയറിൻ്റെ ഏരിയ കാണണം. അപ്പം എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിളിന് പേര് കൊടുക്കാം അല്ലേ. എ ബി സി ഡി. ഓക്കെ, എല്ലാ ട്രയാങ്കിൾസിനും പേര് കൊടുത്തു, വെർട്ടിസസിനെല്ലാം പേര് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഓരോ ട്രയാങ്കിളായിട്ട് എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ബി സി അല്ലേ. ഇൻ ട്രയാങ്കിൾ എ ബി സി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പിക്ചർ നോക്കുക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്, ദറ്റ് ഈസ് എ സി സ്ക്വയർ ഈക്വൽസ് ബേസ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ മാത്രം ബേസ് എന്ന് പറയുന്നത് ബി സി പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി. ഇനി നമുക്ക് അറിയാമെന്നുള്ള മെഷർമെൻറ്റ്സ് എല്ലാം എഴുതാം. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്. 1 മീറ്റർ, സോറി എ സി തന്നിട്ടില്ല, ബി സി 1 മീറ്റർ, എ ബി 1 മീറ്റർ, അപ്പോൾ 1 സ്ക്വയർ. എ സി സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1, അങ്ങനെ എ സി സ്ക്വയർ എന്ന് പറയുന്നത് 2 കിട്ടും. ഇതിന് നമുക്ക് എ സി കാണാം. എ സിയുടെ വാല്യൂ എന്ത് വരും? സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും സ്ക്വയർ റൂട്ടായി മാറും. ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാത്തവർ ശ്രദ്ധിക്കുക. സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ടാകും. എ സി ഈക്വൽസ് √2 എന്ന് കിട്ടും. ഈ എ സി എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ ഫസ്റ്റ് ട്രയാങ്കിളായിട്ടുള്ള എ ബി സിയുടെ സൈഡാണ് അല്ലേ. കിട്ടിയ ആൻസർ ഇവിടെ ഒന്ന് എഴുതിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, എ സി ഞാനിവിടെ √2 എന്ന് എഴുതി, √2 എന്ന് എഴുതി. നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ സി ഡി. ഇൻ ട്രയാങ്കിൾ എ സി ഡി നമ്മളുടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ്, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ 90യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. എ ഡി സ്ക്വയർ ഈക്വൽസ് ബേസ്. ഈ ഒരു ട്രയാങ്കിൾ മാത്രമാണ് ട്രയാങ്കിൾ എ സി ഡി. ബേസ് എന്ന് പറയുന്നത് സി ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എ സി. ഇതിൽ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കി അറിയാമെന്നുള്ള വാല്യൂസ് എല്ലാം എഴുതാം. ആദ്യം എ ഡി ആണ്. എ ഡി നമുക്ക് അറിയത്തില്ല, എ ഡി അതുപോലെ എഴുതാം. സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് എ സി എന്ന് പറയുന്നത് √2. എ ഡി സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ 1 പ്ലസ് റൂട്ടും സ്ക്വയറും കൂടി ഇങ്ങനെ വന്നാൽ ക്യാൻസൽ ആകും എന്ന് അറിയുക. സോ 2. ഈ റൂട്ടും ഈ സ്ക്വയറും ക്യാൻസലായി ഈ ഡിജിറ്റ് മാത്രം വരും. അങ്ങനെ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 3 കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എ ഡി ആണ് വേണ്ടത്. സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ റൂട്ടാവും, √3. അപ്പോൾ ഇതെല്ലാം മീറ്ററിലാണ് കേട്ടോ, കിട്ടുന്ന അളവുകളെല്ലാം മീറ്ററിലാണ്. അപ്പോൾ എ ഡി √3 കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? പിക്ചറിൽ വന്ന എ ഡിയുടെ പ്ലേസിൽ ആ വാല്യൂ എഴുതി. നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് അല്ലേ. ഏതിൻ്റെ സൈഡാണ്? സ്ക്വയറിൻ്റെ സൈഡാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് കിട്ടിയില്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ, എന്താ ആൻസർ? അതാണ് എ ഡി അല്ലേ, ഈക്വൽസ് √3 മീറ്റർ. ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട്? ഏരിയ ഓഫ് ദ സ്ക്വയർ. ഏരിയ ഓഫ് ദ സ്ക്വയർ കാണാൻ നമുക്കറിയാം റിസൾട്ട് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ. വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സൈഡ് സ്ക്വയർ എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ √3 സ്ക്വയർ, റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസൽ ആവും. അങ്ങനെ 3 എന്ന ആൻസർ വരും. 3 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ രണ്ടാമത്തെ പിക്ചറാണ്.
ഇതേ മുന്നേ ചെയ്ത പോലെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇത് 1 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ, ഈ രണ്ട് സൈഡ്സ്, ഈ സൈഡ് ഈ സൈഡ്. മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരുന്നുവെങ്കിൽ ഇവിടെ 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ ചെയ്തതുപോലെ നമുക്ക് നെയിം ചെയ്യാം. എ ബി സി ഡി ഇ. മുന്നേ ചെയ്ത പോലെ ഈ സ്ക്വയറിൻ്റെ 1 സൈഡ് കാണുക, അതിനുശേഷം ഏരിയ കാണുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ, ട്രയാങ്കിൾ എ ബി സി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഹൈപ്പോട്ടന്യൂസ് എല്ലാവർക്കും അറിയായിരിക്കും, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്. എ സി സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ്. ബേസ് എന്ന് പറയുന്നത് ബി സി. ബി സി സ്ക്വയർ പ്ലസ് ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എ ബി സ്ക്വയർ. ബുദ്ധിമുട്ട് തോന്നുന്ന കുട്ടികൾ പൈതഗോറസ് കണ്ടീഷൻ എഴുതുക. എന്തായിരുന്നു കണ്ടീഷൻ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് എഴുതിയതിന് ശേഷം മാത്രം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എ സി നമുക്കറിയില്ല, ക്വസ്റ്റിന് തന്നിട്ടില്ല. ബി സി നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ, 1 മീറ്റർ. എ ബിയോ, എ ബി നമുക്ക് തന്നിട്ടുണ്ട് 1. അങ്ങനെ എ സി സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് 1. എ സി സ്ക്വയർ ഈക്വൽസ് 2. അതിൽ നിന്ന് നമുക്ക് എ സി എന്ത് കണ്ടുപിടിക്കാം? √2 മീറ്റർ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്ത് നമുക്ക് അറിയാത്ത സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് ഇപ്പം എന്ത് കിട്ടി? √2. അതവിടെ എഴുതി. ഇനി വീണ്ടും നെക്സ്റ്റ് ട്രയാങ്കിളിലേക്ക് പോവാം. നെക്സ്റ്റ് ട്രയാങ്കിൾ ആരാ? ട്രയാങ്കിൾ എ സി ഡി. അപ്പോൾ അടുത്ത് എഴുതുക. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ സി ഡി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് അല്ലേ, ഇവിടെ അത് എ ഡി ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് ആരാ? സി ഡി. സി ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാ ഈ ഒരു ട്രയാങ്കിളിൻ്റെ? എ സി. എ ഡി നമുക്ക് അറിയില്ല, എ ഡി അതുപോലെ എഴുതുക. സി ഡിയുടെ വില നമുക്ക് അറിയാം, വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1 ആണ്. 1 സ്ക്വയർ പ്ലസ് എ സിയുടെ വാല്യൂ √2 ആണ്. എ ഡി സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ 1 പ്ലസ്, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൂട്ടും സ്ക്വയറും ക്യാൻസലായി പോയിട്ട് ഈ ഡിജിറ്റ് മാത്രം വരും 2. എ ഡി സ്ക്വയർ ഈക്വൽസ് 1 + 2 3. അങ്ങനെ എ ഡിയുടെ വാല്യൂ എത്ര വരും? √3. ഇവിടെ ഇനി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും കൂടിയുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കിട്ടിയ ആൻസർ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. എ ഡിയുടെ വാല്യൂ എന്താ? √3. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ട്രയാങ്കിൾ ഏതാ കാണുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡി ഇ അല്ലേ. എ ഡി ഇ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ആരാ? എ. എ സ്ക്വയർ ഈക്വൽസ് ബേസ്. ബേസ് ആരാ? ഡി. ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാ? എ ഡി. എ ഇ നമുക്കറിയില്ല. ഡി ഇ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് √3 സ്ക്വയർ. എ സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് റൂട്ടും സ്ക്വയറും കൂടി പോവും 3 ആയി. എ സ്ക്വയർ ഈക്വൽസ് 1 + 3 4. അന്നേരം എ എന്ത് വരും? √4. ഈ √4ൻ്റെ വാല്യൂ നമുക്ക് കാണാം അല്ലേ, നമുക്കറിയാം. എന്താ ഇവിടെ അങ്ങനെയല്ല, √3യുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. ഇവിടെ √4 അങ്ങനെയല്ല, നമുക്ക് വാല്യൂ അറിയാം. എത്രയാണ്? ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2 ആവും. സോ എയുടെ വാല്യൂ കിട്ടി. എ എന്ന് പറയുന്നത് എന്താ? 2. അതവിടെ എഴുതി. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമുക്ക് ഈ സ്ക്വയറിൻ്റെ സൈഡും ഏരിയ ആണ് വേണ്ടത്. 1 സൈഡ് നമുക്ക് കിട്ടി 2. നമുക്ക് എന്താ എഴുതാം? സൈഡ് ഓഫ് സ്ക്വയർ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ ഈക്വൽസ് 2 മീറ്റർ. ഓക്കെ. ഇനി എന്താ വേണ്ടേ? ഏരിയ അല്ലേ. ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽസ്, റിസൾട്ട് എന്താ? സൈഡ് സ്ക്വയർ. സൈഡ് എത്രയാണ് കിട്ടിയ സ്ക്വയറിൻ്റെ? 2. സോ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ്
മുന്നേ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൽ മുന്നിലുള്ള 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇവിടെ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. മുന്നേ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കുക അല്ലേ വെർട്ടിസസിന്. ABCDEF. എന്നിട്ട് ഓരോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലും നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ട്രയാങ്കിൾ ABC. ഇൻ ട്രയാങ്കിൾ ABC, in right angle triangle ABC, hypotenuse ഏതാ, AC square equals base BC square plus altitude ആരാണ്, AB square. ഇനി ഇതിൽ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതുക. AC നമുക്ക് അറിയത്തില്ല, അതുപോലെ എഴുതും. BCയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് AB 1. സോ AC സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് 1. അങ്ങനെ AC സ്ക്വയർ ഈക്വൽസ് 2 എന്ന് എഴുതാം. AC ഈക്വൽസ് സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ √2. അപ്പം ACയുടെ വാല്യൂ എന്ത് കിട്ടി, √2 മീറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. നെക്സ്റ്റ് ട്രയാങ്കിൾ ആരാ, ട്രയാങ്കിൾ ACD. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ACD വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നതാണ്. AD സ്ക്വയർ ഈക്വൽസ് CD സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. ഇതെല്ലാവർക്കും മനസ്സിലായി കാണും. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. AD നമുക്ക് അറിയത്തില്ല, നമുക്ക് കിട്ടിയ വാല്യൂ ഇവിടെ ഒന്ന് എഴുതാം. AC √2 അല്ലേ, മുന്നേ കിട്ടിയ ആൻസർ √2 ഇതിലേക്കൊന്ന് എഴുതി. നെക്സ്റ്റ് ട്രയാങ്കിൾ എടുത്തു, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. AD നമുക്ക് അറിയത്തില്ല. CD 1 സ്ക്വയർ പ്ലസ് AC എന്ന് പറയുന്നത് √2. AD സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ 1 പ്ലസ് √ഉം സ്ക്വയറും കൂടി പോകുമ്പോൾ 2 വരും. AD സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് 2 3. AD ഈക്വൽസ് √3 മീറ്റർ. അങ്ങനെ ADയുടെ വാല്യൂ കിട്ടി √3. നമുക്ക് നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കാം. നെക്സ്റ്റ് ട്രയാങ്കിൾ ആരാ, ട്രയാങ്കിൾ ADE. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ADE പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AE സ്ക്വയർ ഈക്വൽസ് DE സ്ക്വയർ പ്ലസ് AD സ്ക്വയർ. AE ഹൈപ്പോട്ടന്യൂസ്, DE ബേസ്, ഓൾട്ടിറ്റ്യൂഡ് AD. AE നമുക്ക് അറിയത്തില്ല. DE ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1 സ്ക്വയർ പ്ലസ് AD നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു √3. AE സ്ക്വയർ ഈക്വൽസ് 1 സ്ക്വയർ 1 പ്ലസ് √ഉം സ്ക്വയറും കൂടി പോവും 3. AE സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് 3 4. AE ഈക്വൽസ് സ്ക്വയർ ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ആകും 4, സ്ക്വയർ റൂട്ട് ഓഫ് 4. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ 2 മീറ്റർ. AEയുടെ ആൻസർ 2 മീറ്ററിന് കിട്ടി. AE നമുക്കിവിടെ 2 എന്ന് എഴുതാം. ഇനി ഒരു ട്രയാങ്കിളും കൂടി ഉണ്ട് അല്ലേ, ആ ട്രയാങ്കിളിൻ്റെ പേരെന്താണ്, ട്രയാങ്കിൾ AEF. ഇൻ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ AEF hypotenuse AF1. AF square equals EF square plus AE square. AF നമുക്ക് അറിയത്തില്ല. EF 1 square plus AE 2. AF square equals 1 square 1 plus 2 square 4. AF square equals 1 plus 4 5. അങ്ങനെ AF എന്ന് പറയുന്നത് √5 കിട്ടി. AF നമുക്ക് പിക്ചറിൽ എഴുതാം √5.
5. ഇനി നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് കിട്ടിയില്ലേ? ഇതല്ലേ AF അല്ലേ സ്ക്വയറിൻ്റെ സൈഡ്? അവസാനം എങ്ങനെ എഴുതാം? സൈഡ് ഓഫ് സ്ക്വയർ അല്ലേ? എത്രയാണ്? √5 മീറ്റർ. ഇനി എന്ത് കാണണം? ഏരിയ. ഏരിയ ഈക്വൽസ് സൈഡ് സ്ക്വയർ. അതെത്ര വരും? സൈഡ് എന്ന് പറഞ്ഞാൽ √5 ആണ്. √5 സ്ക്വയർ അല്ലേ? റൂട്ടും സ്ക്വയറും കൂടി ക്യാൻസലാവും. 5 വരും. 5 മീറ്റർ സ്ക്വയർ. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, പേജ് നമ്പർ 26 തന്നെയാണ്. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √3 ആൻഡ് ലെസ് ദാൻ √3. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് √2ൻ്റെ വാല്യൂ എത്രയാവും? 1. ആഫ്റ്റർ ഡെസിമൽ ചിലപ്പോൾ 3 പ്ലേസസ് ഒക്കെ ആയിരിക്കാം പഠിച്ചത്. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ആഫ്റ്റർ ഡെസിമലിന് ശേഷം 2 പ്ലേസ് മതി. അതുപോലെ √3യുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് 1.73 അല്ലേ? ഇതിൻ്റെ ഇടയ്ക്കുള്ള 3 ഫ്രാക്ഷൻസ് എഴുതാനാണ് പറയുന്നത്. ഗ്രേറ്റർ ദാൻ √2, √2നേക്കാളും വലുതായിരിക്കണം, √3യേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 1.41ൻ്റെയും 1.73യുടെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ഡെസിമൽസ് എഴുതാം. ഏതൊക്കെ ഡെസിമൽസ് എഴുതാൻ പറ്റും? 1.42, 1.43, 1.44 ഇങ്ങനെ പോയി ഏതുവരെ എഴുതാം? 1.72 വരെ എഴുതാം അല്ലേ? ഇഷ്ടം പോലെ ഡെസിമൽസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തും ഒരുപാട് വരുന്നുണ്ട്. 1.42ൻ്റെയും 1.43യുടെ ഇടയ്ക്ക് കുറേ ഡെസിമൽസ് വരും. സോ ലോട്ട് ഓഫ് ഡെസിമൽ വാല്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നതിൽ നിന്നും ഇഷ്ടമുള്ള ഏതെങ്കിലും 3 ഡെസിമൽസ് നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ളത് എനിക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരാളെ 1.43 ആയിട്ട് ചൂസ് ചെയ്തു. മറ്റൊരാൾ ഇതിൻ്റെ അകത്തൊരു 1.57 വരുമല്ലോ. മറ്റൊരു ഡെസിമൽ 1.57. ഒരാൾ നമുക്ക് ഈ 1.72 എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഏത് വേണോ എടുക്കാം കേട്ടോ. 1.71 എന്ത് വേണോ എടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, നമുക്ക് ഡെസിമൽ അല്ല ചോദിച്ചിരിക്കുന്നത്, 3 ഫ്രാക്ഷൻസാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1.43 ഇനി എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാം? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡെസിമലിന് ശേഷം 2 പ്ലേസസ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 100 വരും. ഇനി ഡെസിമലിന് ശേഷം 3 പ്ലേസ് ആണെങ്കിൽ താഴെ 3 zeros വരും. ഡെസിമലിന് ശേഷം 1 പ്ലേസ് ആണെങ്കിൽ താഴെ 1 0 വരും. അപ്പോൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ എത്ര വരും? ഡെസിമലിന് ശേഷം 2 പ്ലേസസ്, 2 പ്ലേസ് ഉണ്ട്. സോ എങ്ങനെ എഴുതാം? 100. അടുത്ത് ഇവിടെ എങ്ങനെ എഴുതാം? 157/100. ഇവിടെ എങ്ങനെ എഴുതാം? 172/100. സോ ഇതാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന 3 ഫ്രാക്ഷൻ. നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും അല്ല? ഈവൻ നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ.